എവിടെയായിരുന്നു മണിച്ചേട്ടാ? പുഴയിൽ മീൻ പിടിക്കാൻ പോയതാ? കണ്ട ഈ മീനിന്റെ പേരെന്താണെന്നറിയാമോ? ഇതിന്റെ പേരാണ് മഞ്ഞക്കൂരി. ഏറ്റവും നല്ല പ്രോട്ടീൻ ഉള്ള മീനാണ്. ഇവിടുന്ന് പിടിച്ചല്ലേ? ചാലക്കുടി പുഴയെന്ന്. അടിപൊളി. അതല്ലേ ഞാൻ ആ പാട്ടുകളൊക്കെ ഞാൻ പാടിയത്. ഒന്ന് എനിക്കിപ്പോ ചോദിക്കാൻ വന്നതേ ഉള്ളൂ. എന്താണ്? ആ ചാലക്കുടി ചന്തയ്ക്ക് ഒന്ന് പാടിക്കേ. ഇവിടെ പിടിച്ചു നിന്ന് പാടുമ്പോ അതിനൊരു രസല്ലേ? അന്ന് ഈ മീനൊന്ന് പിടിക്കോ? പിന്നെന്നാ? അപ്പൊ ഒരു മീൻകാരി പെണ്ണാവില്ലേ? അതന്നെ. അപ്പൊ ഞാൻ പാടാം. പഠിക്കും. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഇനി പാടണല്ലേ ഞാൻ. അപ്പോ നമ്മൾ ഇന്ന് കവിതയെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൊടംപുളി, നല്ല മുളകും മറ്റേ കുരുമുളക് എല്ലാം കൂടി, മഞ്ഞപ്പൊടി മാത്രം അതിനകത്ത് വറക്കില്ല, മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതെല്ലാം കൂടി വറുത്തെടുത്ത് ഇന്ന് വരെ നമ്മുടെ സ്വന്തം നൗഷാദക്ക വയ്ക്കാത്ത രീതിയിലുള്ള ഒരു കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. മീൻകറി ചിക്കൻ കറി വെക്കുന്ന പോലെ എങ്ങനെ വെക്കാം എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. വേണം. ആരെയൊക്കെയാണ് നമുക്ക് ഇങ്ങോട്ട് വിളിക്കേണ്ടത്? അപ്പൊ ഇതുകൊണ്ടൊരു കറി വെക്കണം. ഈ കറി നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്, കണ്ടസ്റ്റൻസ് കൊടുക്കുന്നതല്ല. അല്ല, ഇത് സ്പെഷ്യൽ മണിച്ചേട്ടന്റെ എന്റെ ഒരു സ്പെഷ്യൽ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു കറി വെക്കാൻ പോവാണ്. ഞാൻ അതിന് മുമ്പ് അങ്ങോട്ട് ചാടട്ടെ. നല്ല പുക ആണോ? സാരില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മല്ലിപ്പൊടി നമ്മളിതിനകത്ത് ചട്ടം കൊണ്ട് വായോ. പിന്നെ നമ്മൾ മുളക് പൊടി. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെയാണ് ഈ കറി വെക്കുന്നത്. ഇതിനെപ്പറ്റി നൗഷാദ് എന്നെ കുറ്റം പറയാനേ പാടേയില്ല. കാരണം എൻ്റെ കുറ്റമല്ല. മോനെ കുറച്ച് വിളിച്ചെടുത്തേ. എന്നോട് ഒന്നും തോന്നരുതേ. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാ? എല്ലാം അറിയുന്നവൻ ജഗൻ അല്ലേ? എനിക്കറിയില്ലെന്നോ? ജഗു. അതിൽ പച്ചമുളക് ഇട്ടു, അതിൻ്റെ കൂടെ നമ്മൾ സവോള ഇട്ടു, അതിന്റെ കൂടെ നമ്മൾ ഇഞ്ചിയും ചെറിയ ഉള്ളി ഇട്ടു. മീനൊക്കെ എവിടെയാ? ഇനി വേണ്ടത് പുളി. വാ ആര്യ ഒന്ന് പിടിച്ച് ആ പുളി എടുത്തിട്ട് കാണട്ടെ. എണ്ണ ഇടണോ? വേഗട്ടോ, സമയം കളയണ്ട. വേഗട്ടോ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടി, ആ പുളിയുടെ വെള്ളം കുറച്ചും കൂടി അതിലേ ഒഴിക്കണേ. കാരണം അതിനകത്ത് മണ്ണിൻ്റെ ഒരു ഇതുണ്ടാവും. ഒരല്പം വെള്ളം മാത്രം, കുറച്ചും കൂടി വെച്ചോ. കുറച്ചും കൂടി മതി. ഓക്കെ. മീനെവിടെ? മീൻ ആരിടാ? അത് ഇക്ക തന്നെ ഇടാൻ തീരുമാനിച്ചല്ലേ? അങ്ങനെ ഒന്ന് വീട്ടിലിക്ക. ഇത് ചാലക്കുടി പുഴയിലെ മീനാ. ഒന്ന് കാണട്ടെ. ആ ആരോഗ്യം വെച്ചൊന്ന് ഇളക്കിയേ. ഇനി കുറച്ച് വെള്ളം. പിന്നെ അത് കൂടാതെ കണ്ട് ഉപ്പ് കുറച്ചിടുക. ഉപ്പിട്ട് തിരുമ്മി വെച്ചതാണ് മീന്, എന്നാലും ഇത്തിരി കൂടി ഉപ്പ്. ഈ ഉപ്പിടുന്ന ഞാനാണ്. അതെ, അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ. ഇത്തിരി ഗരം മസാല. ഇത്തിരി അല്ല, ഒത്തിരി. ഒന്നുമില്ല, ഇത്തിരി ഉണ്ടാവില്ല. അതൊക്കെ പക്കായിരിക്കും. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണക്ക. വേണം വെള്ളം. റെഡി അല്ല? ഇത് കൂട്ടി നിങ്ങൾ നല്ല തൂശിനലയിൽ നല്ല കുത്തരി ചോറും
നല്ല കണ്ണിമാങ്ങ അച്ചാറും പിന്നെ കുറച്ച് എന്താ പറയുക നല്ല ചമ്മന്തി, ഉണക്കിമീൻ വറുത്തതും, പിന്നെ അതെല്ലാം കൂട്ടി എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ കപ്പൽ മുങ്ങിയല്ലേ അങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ? ഇത് കഴിച്ച് നോക്കിയിട്ട് എന്നോട് പറയണം. ഇതിനകത്ത് ഞാൻ ഒറ്റ ചേരുവ് മാത്രം ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒന്ന് ബന്ധോട്ടെ. ഓക്കെ, അതിനുള്ളിൽ ഒരു പാട്ട് പാടാൻ നമ്മുടെ ഓഡിയൻസിൽ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ കയറിയുണ്ട്. വിളിച്ചില്ല, അതിനു മുമ്പെത്തി. നാട്ടുകാരനാണ്. അല്ല, പേരെന്താ? രാജു. എനിക്കറിയാത്ത ആളാ. അറിയാത്ത ആളാണ്. അതെ, പേര് രാജു. ഏത് പാട്ട് പാടാനും പോണേ? കാവങ്ങാട്ട് അമ്പലത്തിൽ. ഞാൻ പാടിയ പാട്ടല്ലേ, ഒന്ന് പാടാവോ? ഓക്കെ, പാടി നോക്കാം. വിനയമുള്ള ചേട്ടനാ. കാവങ്ങാട്ടെ അമ്പലത്തില് പാട്ടല്ലേടിയേ കേക്കണത്. നേരം വേളുത്തടി പെണ്ണ് കട്ടൻ തിളപ്പിക്കു പൊന്നാരേ. നേരം വേളുത്തടി പെണ്ണ് കട്ടൻ തിളപ്പിക്കു പൊന്നാരേ. നല്ലതു കിട്ടിയാൽ പിന്നെ പുഴുങ്ങിയുണക്കാലോ. പുഴുങ്ങിയുണങ്ങിയാലോ പിന്നെ നല്ലതു കുത്താലോ. നല്ലതു കുത്തിയാലോ നല്ലരി കിട്ടുമല്ലോ. നല്ലരി വച്ചാലോ പിന്നെ നല്ല ചോറുണ്ടാലോ. നല്ല ചോറ് ഉണ്ടിട്ട് ഉണ്ടികൾ തുള്ളി കളിക്കുമ്പോ എന്നും നമ്മുടെ ഉള്ളിൽ സന്തോഷമല്ലേടി. നല്ല ചോറ് ഉണ്ടിട്ട് ഉണ്ടികൾ തുള്ളി കളിക്കുമ്പോ എന്നും നമ്മുടെ ഉള്ളിൽ സന്തോഷമല്ലേടി. കാവങ്ങാട്ടെ അമ്പലത്തില് പാട്ടല്ലേടേ കേക്കണത്. നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്കു പൊന്നാരേ. നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്കു പൊന്നാരേ. കാവങ്ങാട്ടെ അമ്പലത്തില് പാട്ടല്ലേടേ കേക്കണത്. നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്കു പൊന്നാരേ. നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്കു പൊന്നാരേ. അപ്പം നമ്മുടെ പാട്ടും അതുപോലെ തന്നെ കറിയും റെഡിയായി. ഇതിൻ്റെ മണം വരണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ടോ? അപ്പം എന്തായാലും കറി റെഡിയായി. ഓ എന്തോ മീനിന് നാണം വന്നു. ഒരു പെൺകുട്ടിയുടെ കൈ കൂടി ടച്ച് ചെയ്തപ്പോഴാണ് അത് പൂർണ്ണമായത്. കൊള്ളാം, സന്തോഷമായി. അപ്പം ഞാൻ ആരായി? ഞാൻ ശശിയായി. തേജേട്ടൻ ആരായി? ചാലക്കുടി ശശി. എന്തായാലും തേജേട്ടാ, മീനിന്റെ ക്വാളിറ്റി ഇതിന്റെ മീൻ ടേസ്റ്റ് ചെയ്യരുത്. മീൻ നോക്കരുത്. അതിന്റെ ഗ്രേവി മാത്രം തേജേട്ടന് കൊടുക്കുക. നമസ്കാരം. കോഴിക്കോട്ടുകാർക്ക് മീൻകറി തന്നെ വളരെ പ്രിയപ്പെട്ടാണ്. ഇടിവെട്ട് മീൻകറിയാണ് ഞാൻ പറയാൻ പോയത്. കോഴിക്കോട്ടുകാർക്ക് അഹങ്കാരമുണ്ട്, പാചകത്തിന്റെ ഉസ്താദുക്കൾ അവരാണെന്ന്. അത് തിരുത്തി കൊടുത്തിപ്പോ. അല്ല, അതുകൊണ്ടല്ല. ഞാൻ ശരിക്കും നമ്മളൊരു ചാനലിൽ പറയേണ്ട കാര്യമല്ല. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ മീൻകറിക്ക് ഇഷ്ടപ്പെടുന്നൊരു നടനുണ്ട്, പപ്പേട്ടൻ. പപ്പേട്ടൻ ഒരു ഷൂട്ടിങ്ങിന് ചെല്ലണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ ഉമ്മർത്തിരിക്കുകയാണെങ്കിൽ പോലും പറയും, എന്താണ്ടത്
പക്ഷെ എന്നാലും ആളൊരു വീടിൻ്റെ പുറത്ത് ഇരിക്കുകയാണെങ്കിൽ പോലും പറയും മണി എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇന്ന് മീൻകറി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടറാ. ഞാൻ പറഞ്ഞു ചേട്ടാ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ശരിയാക്കാം. പക്ഷെ എന്നാലും പപ്പേട്ടൻ തൊട്ടപ്പുറത്ത് വീട്ടിൽ മീൻകറിയുടെ മണം വരണമെങ്കിൽ അവിടെ പോയിട്ട് കൃത്യമായിട്ട് ആ മീൻകറി വാങ്ങിച്ച് കഴിച്ച് പോകുന്ന ഒരാളാണ്. കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തിൻ്റെ ഉടമകളാണ്, നന്മകളാണ്. അതൊരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എനിക്കത് പറയേണ്ട ഒരു കാര്യമുണ്ട് തായ് ചേട്ടാ. ഞാൻ അഭിനയിച്ചൊരു പടമുണ്ട്, അതായത് മൈ ഡിയർ കരടി. ആ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്ത് ഞാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കൂടെ പാവം പപ്പേട്ടൻ വന്നിട്ട് ട്രിവാൻഡ്രം എന്താ പറയുക, എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരു നിമിഷം. അത് അവിടെ ആ മ്യൂസിയത്തിൽ വന്നിരുന്നിട്ട്, അവിടെ കാഴ്ച ബംഗ്ലാവിൽ വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞു, എടോ ഞാനൊക്കെ മരിക്കാറായ ആളല്ലോ, നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു എന്താ പപ്പേട്ട, എന്നെ ഒന്ന് സിംഹത്തിനെ കാണിക്കടോ. നമ്മളാണ് എല്ലാം പൂർത്തീകരിച്ച് സിംഹം എന്ന് പറയാറ്, പക്ഷെ അവിടെ സിംഹം എന്ന് പറയാറുള്ളൂ. ഞാൻ അവിടെ പോയിരുന്നു. അവിടെ ഇരുന്നപ്പോൾ അവിടുത്തെ ആ മ്യൂസിയത്തിൽ 1 കിലോ ബീഫ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് ഈ സിംഹത്തിന് കൊടുക്കുന്നത്. കാരണം കഴിക്കില്ല, കാരണം നമ്മൾ ഒരുപാട് ഫുഡ് കൊടുക്കണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിംഹം വെറുതെ നോക്കി അറിയും, പിന്നെ അത് കിടന്നുറങ്ങും. പക്ഷെ പപ്പേട്ടൻ പറഞ്ഞു എനിക്ക് സിംഹത്തിനെ കണ്ടോ. അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഈ സിംഹത്തിന് ജീവനോടുകൂടി ഒരു ഇറച്ചിയുടെ കഷ്ണം കിട്ടിയത് ഒരു കാക്ക മീൻസ് അത് വന്നിട്ട് ഈ കൂടിൻ്റെ അകത്തിരുന്നു. അപ്പൊ സിംഹം കിടന്നുറങ്ങാ. ഇത് ഞാൻ കാണിച്ചു തരാം. ഈ സിംഹം ഈ കാക്കേനെ പിടിച്ച പിടിയുണ്ട്. നമ്മൾ അന്ന് ഷോയിൽ കാണിച്ചായിരുന്നു. പക്ഷെ എന്നാലും ഈ കൈ കൊണ്ട് ഒരൊറ്റ പിടിയാണ്. ഈ പിടി കിട്ടിയിട്ട് ഈ കാക്ക കരഞ്ഞിട്ട് ഓടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ജനലിൻ്റെ വഴിക്ക് ഈ കാക്ക ഓടിയിട്ട് ഈ കാക്കയുടെ തല അതിൻ്റെ ഇതിൽ പോയിട്ട് ഇടിച്ചിട്ട് കാക്ക അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇവിടെ കിടക്കുന്ന സിംഹം ഭയങ്കര ഒച്ച വയ്ക്കാം. അപ്പുറം കിടക്കുന്ന സിംഹം പറയുന്നുണ്ട് കാരണം അത് കയ്യിൽ നിന്ന് പോയി. ഇത്രയും നല്ലൊരു ജീവനെ കിട്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രാണീനെ കിട്ടിയിട്ട്, അല്ലെങ്കിൽ ജീവനുള്ളൊരു കാക്കേനെ കിട്ടിയിട്ട് അത് പിടിച്ച് കഴിക്കാൻ പറ്റാത്ത നീയാണോ സിംഹം? പക്ഷെ പിന്നെ ഞാൻ കാണുന്നത് ഈ കാക്ക നമ്മുടെ പറമ്പിലൊക്കെ വാഴയില്ലേ, അതിൻ്റെ കുടപ്പൻ എന്ന് പറയും, കണ്ടിട്ടുണ്ടോ? അതിന് തേൻ കുടിക്കുന്നത് അതന്നെ. ഈ കാക്കയുടെ വാലുമാണ് കയറി പിടിച്ചത്. അതിൻ്റെ വാല് മുഴുവൻ അവിടെ കിടക്കണ്ടായിരുന്നു. ഈ കാക്കയുടെ വാല് പോയിട്ട് കുടപ്പൻ്റെ ഷേപ്പായി. നേരെ പറന്നു പോയിട്ട് കാക്ക അതിലിടിച്ച്, ഭിത്തിയിലിടിച്ച്, അവിടെ ഇടിച്ച്, ഒക്കെ ഇടിച്ചിട്ട് നേരെ പോയിട്ട് രക്ഷപ്പെട്ടു. അതാ ഭിത്തിയിൽ നിന്നിട്ട് പറയാ, ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളൂ മറ്റ് കാക്കകളെ വിളിച്ച് പറയാ. അതായത് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയണത്. പക്ഷെ മനുഷ്യൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ ഇടാം. എന്തായാലും പപ്പുവേട്ടനെ നിങ്ങളെ കോഴിക്കോട്ടുകാരെ ഒരിക്കലും മറക്കാൻ പറ്റൂല. അത്രയും സ്നേഹമുള്ള നാടാണ്. എന്തായാലും അങ്ങനെ ഒരു അവസരം ഒരുക്കി എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. നന്ദി. നല്ല മീൻകറി. ഓക്കെ താങ്ക് യു വെരി മച്ച്. മണിച്ചേട്ടൻ്റെ മീൻകറി ഭയങ്കര ഫേമസ് ആയി. കണ്ടസ്റ്റൻസ് എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ ഗെയിംസ് ഒക്കെ ഇനി ഉള്ളതാണ്. ഏതായാലും മണിച്ചേട്ടാ, സത്യം ഇത് വലിയ കൊടുംചതിയായി പോയി. ആൾക്കാരാരുമില്ല, ഞാൻ പകുതിയായുള്ളൂ. എനിക്ക് ഈ മീൻ കഴിച്ചിട്ട് വേണം അടുത്തതിലേക്ക് പോവാൻ. ഇത് സമ്മതിക്കില്ല. കുറച്ച് ഇനി ഇവരെ എല്ലാവരും വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തി അടുത്ത മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അല്ലേ? ഇവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മീൻകറിയിലാണ്. എനിവേസ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കവിത, എന്തോ
ഇന്നിപ്പോൾ നമ്മൾ കുറേ പാട്ടുകളും കേട്ടു, അതുകൂടാതെ കണ്ട് ഒരുപാട് കറികളും എല്ലാം കഴിച്ചു. പക്ഷേ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി കളിച്ച് നടന്ന ആളാണ് ആൻഡു മുരുങ്ങൂർ എന്നാണ് ആളുടെ സ്ഥലത്തിൻ്റെ പേര്. പക്ഷെ അദ്ദേഹം ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആൻഡു പറയാ. ഫാസ്റ്റായിട്ട് ഒരു 4-5 ഐറ്റംസ് ഒരു മിനിറ്റ് കൊണ്ട് ഒരു 100 സ്നാക്സ് ഉണ്ടാക്കും. എന്തു വ്യത്യസ്തമായിട്ടാണ്. ഓക്കെ, ഒരു മിനിറ്റ് സമയം കളയണ്ട, ടപ്പ ടപ്പാന്ന് അടിച്ചോ. ഒരു കൈയടി കൊടുത്തേൻ. അപ്പൊ തുടങ്ങിക്കോ. റെഡി? എന്താണ് അദ്ദേഹത്തിന്റെ കൈ ഒരു മെഷീനാണെന്ന് തോന്നുന്നു. ആ, നന്നായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. ഇദ്ദേഹം ഗിന്നസ് ബുക്കിൽ പോകേണ്ട ആളാണ്. ആ കൈ കഴുകി. അടുത്തത് എന്തൊക്കെയോ ഉരുട്ടി ഇടുന്നുണ്ട്, ചതച്ചിടുന്നുണ്ട്. പരിപ്പട, പരിപ്പുവട, പക്കുവട. ചേട്ടാ എണ്ണ. അതെ, അത് എല്ലാം തീർന്നതിന് ശേഷം നമുക്ക് എണ്ണാം. അതെ, ഓക്കെ. എന്തൊക്കെയോ പപ്പടം എണ്ണാൻ പറ്റത്തില്ല. എല്ലാം റെഡിയായി. നോക്കൂ, ഇത് അടുത്തത് വരുന്നു. വടാന്നാണ് വരുന്നത്. ഉഴുന്നുവട, പപ്പടം, ഉണ്ടംപൊരി, പരിപ്പുവട. കണ്ട എങ്ങനെയുണ്ട്? ഗംഭീരം. ഞങ്ങളുടെ നാട്ടുകാരെ അടിപൊളിയല്ലേ? അപ്പൊ ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി നല്ലൊരു കയ്യടി കൊടുക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മിസ്റ്റർ ആൻഡു. ഇന്നൊരു തട്ടുകട തുടങ്ങണ്ടായിരുന്നു ആന്റിന്. ഇവിടെ നല്ല ചെലവായിരുന്നേ. നമ്മുടെ ഇവിടുത്തെ இந்த தம்பி ஒரு வடை போட்டு பாருங்க சீக்கிரம். ഇദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? ഇപ്പോ അത് നമ്മുടെ ഇവിടെ എന്റെ സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ആൾ തന്നെയാണ്. അദ്ദേഹം ഇതിൽ വിദഗ്ധനാണ്. നോക്കട്ടെ, ആള് കാണിക്കട്ടെ. അത് തമിഴ് സ്റ്റൈലാണ്. അത് വേറെ സ്റ്റൈൽ, തമിഴ്നാട്. പക്ഷെ അതിന് പ്രത്യേകത വളക്കി, ഒരു വളക്കി വടയല്ല കേട്ടോ, ഉഴുന്നുവട. അത് കാണണം. പേരെന്താണ് അദ്ദേഹത്തിന്റെ? വട. ആളുടെ പേരല്ല, വീഴുന്നതിന്റെ പേര്. പക്ഷെ അതിനകത്തൊരു കലാവിരുന്നും കൂടി ഉണ്ടാവും കേട്ടോ, നോക്കണേ. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോതും തമ്പി, പോതും. അടുത്ത മോനെ പേരെന്നാ? മഹേഷ്. എന്തൂരുങ്ങ? തൂത്തുക്കുടി. ഇപ്പൊ റെഡി ആയില്ലേ? അത് அதுதான் இந்த தூத்துக்குடி நம்ம தம்பி. ரொம்ப வணக்கப்பா. கடவுளே. ആൻഡുവിനും നന്ദി, മഹേഷിനും നന്ദി. താങ്ക് യു വെരി മച്ച്. ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പെയിന്റിങ് ഇതൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ആൻഡുവിന്റെ സ്വന്തം ഭാര്യ വരച്ചതാണ്. ഒരു മൊത്തത്തിലൊരു കലാകുടുംബം അല്ലേ? വൈഫിന്റെ പേര് ഷെർലി, കലാഭവനിൽ പഠിച്ചിരുന്ന ഡ്രോയിങ് ആർട്ടിസ്റ്റായിട്ട്. അപ്പോൾ വട റെഡി, ഉണ്ടംപുരി, പരിപ്പുവട, പപ്പടം എല്ലാം റെഡി. താങ്ക് യു വെരി മച്ച്. ചാലക്കുടിയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കുറച്ച് നല്ല നിമിഷങ്ങൾ മനുഷ്യരെ ഞങ്ങൾക്ക് തന്നതാണ്. ഇത് ഒരാളെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഓരോ തവണ ഞങ്ങൾക്ക് സർപ്രൈസ് തരുന്ന ഒരാളല്ലേ മണിച്ചേട്ടൻ. ഇന്ന് മണിച്ചേട്ടൻ ഞങ്ങളുടെ വക ഒരു ചെറിയ സർപ്രൈസ്. ഇദ്ദേഹം മണിച്ചേട്ടനിലൂടെ അല്ലെങ്കിൽ മണിമേളത്തിലൂടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരാളല്ല. എത്രയോ മലയാളികൾക്ക് ഓൾറെഡി പരിചിതനായ ഒരു വ്യക്തിയാണ്. കലാരംഗത്ത് തൻ്റെതായിട്ടുള്ള വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ചാലക്കുടിക്കാരനാണോ? ഞാൻ ക്ലൂ വേറെ രീതിയിൽ ഞാൻ തരാം. പക്ഷേ ഒരു കാര്യം മാത്രം പറയാം, മണിമേളത്തിൽ വരേണ്ട ഒരാളാണ്. കാരണം കലാഭവൻ മണി എന്ന ഇദ്ദേഹത്തെ ജനപ്രിയനാക്കിയ ഒരു വ്യക്തി. എനിക്കറിയാം. ഇനി ഒരു ക്ലൂ കൂടെ തരാം, അത് തേജേട്ടൻ തരും. മനസ്സിലായോ? മണിച്ചേട്ടൻ തന്നെ വിളിക്കണം. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സംവിധായകൻ സുന്ദർദാസ്. അയ്യോ ദൈവമേ, എങ്ങനെ പറയണമെന്നറിയില്ല. ഒരു കലാഭവൻ മണിയെ കണ്ടുപിടിച്ച ഒരു സംവിധായകനാണ് നമ്മുടെ ചാലക്കുടിക്കാരനായ സുന്ദർ ദാസ് സാറ്. ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിലൊരു കൈരളി ചാനലിൻ്റെ മുമ്പിലൊരു പരിപാടി അവതരിപ്പിക്കാൻ വന്ന് നിൽക്കാനുള്ള
ഒരു എന്താ പറയുക ഒരു ഭാഗ്യം തന്നത് സാറാണ്. സാറ് ഒരുപാട് പേർക്ക്, ദിലീപ്, മഞ്ജു വാര്യർ, മനോജ് കെ ജയൻ, അങ്ങനെ എത്രയോ പേർക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതം കൊടുത്ത ആളാണ്. ആ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല സാറേ. ഈശ്വരനാണ് സത്യം. സുന്ദർ സാർ, ഒരുപാട് സന്തോഷമുണ്ട്. സാറ് ആക്ച്വലി സാറിന്റെ കണ്ണ് നിറഞ്ഞു. മണിച്ചേട്ടനെക്കാളിലും ഇമോഷണൽ. എന്തായാലും 2 വാക്ക് ഞങ്ങൾക്ക് വേണ്ടി സാറ് പറയും. തീർച്ചയായിട്ടും. മണി എന്ന ഈ മുത്തിനെ ഞാൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലും ആരെങ്കിലും കണ്ടുപിടിക്കുമായിരുന്നു. ഞാനൊരു നിമിത്തം മാത്രമായതാണ്. ചിലപ്പോൾ അങ്ങനെ കണ്ടെത്താൻ എനിക്ക് ദൈവനിശ്ചയം ഉണ്ടായിട്ടുണ്ടാവാം. ഞാനൊരു കാരണം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മണി അതിനു മുമ്പും സമുദായം എന്നതിൻ്റെ ഒരു സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തിരുന്നു. ഞാൻ സിബി മലയിലിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിരുന്ന സമയത്ത് അക്ഷരം എന്ന സിനിമയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട്. കിക്കർ ഞാൻ ഒടിച്ചു കളഞ്ഞു സാറേ. സത്യല്ലേ? സത്യമാണ്. അന്ന് പാലാരിവട്ടം ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. ഞാനാകെ ടെൻഷൻ അടിച്ച് പോയ ഒരു ഷൂട്ടിങ്ങാണ്. കാരണം എന്നെ ഒരു ഉത്തരവാദിത്വം സിബി മലയിൽ ഏൽപ്പിച്ചിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു ചാലക്കുടിയിൽ എൻ്റെ ജ്യേഷ്ഠൻ സുഭാഷാണ്, ഇങ്ങനെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, നല്ല കലാകാരനാണ്. അങ്ങനെ വന്നു. ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഷൂട്ടിംഗ് നടന്നില്ല. അത് BTHൻ്റെ അവിടെയുള്ള റൂട്ടിൽ വെച്ച് അവിടെ എൻ്റെ സാങ്കേതികമായി പറഞ്ഞില്ല, എൻ്റെ ഓട്ടോറിക്ഷ വയ്ക്കാനുള്ള വാക്യൂം ഗ്രിപ്പ് അതിൽ ഫിക്സ് ആയില്ല. അപ്പം മണി തിരിച്ചു പോവുകയും പിന്നൊരു ദിവസം ഈ പറഞ്ഞ പോലെ പാലാരിവട്ടം ജംഗ്ഷനിൽ വെച്ച് ഒറ്റയടിക്ക് സുരേഷ് ഗോപി കയറിയിരിക്കുകയും ഇയാൾ ഈ കഥാപാത്രം ഇത് കിക്കർ അടിക്കുകയും അത് കിക്കർ ഒടിഞ്ഞ് കയ്യിൽ പോരുകയും ചെയ്തു. അല്ല, എനിക്കതിൽ സാറേ ഒരു കാര്യം പറയാം. അതിന് ഏറ്റവും വലിയൊരു വിഷമം തോന്നിയത് സാറിൻ്റെ മുഖം കാണണം. ഞാൻ ആ സമയത്ത് അവിടുന്ന് ശരിക്കും മുങ്ങിയെന്ന് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ പതുക്കെ യൂണിറ്റിൻ്റെ പിന്നിലേക്ക് പോയി. കാരണം സിബി മലയിൽ നിന്ന് തന്നെ അത് ക്ഷുഭിതനാവാത്തൊരു ഡയറക്ടറാണ്. പക്ഷെ വർക്കിൽ എൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നോ എന്നുള്ളൊരു സംശയത്തില്ല. പക്ഷേ മണി അത് നന്നായിട്ട് ഞാൻ കൈകാര്യം ചെയ്തു. വേറൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു നേരെ ആദ്യം സുരേഷ് ഗോപിച്ചേട്ടൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ശരിക്കും ഓട്ടോ ഡ്രൈവറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. കലാഭവനിലെ മിമിക്രിക്കാരാന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എൻ്റെ വേഷം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ മിണ്ടിയില്ല. പക്ഷേ അപ്പോൾ സിബി സാറ് ചോദിച്ചു, ഇത് ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറ് ആരെങ്കിലും പുറകിൽ നിന്ന് തള്ളി തരണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത് അതാണ്. അതിന് ഉദാഹരണമാണ് സാറ്. ഒന്ന് പുറകിൽ നിന്ന് തള്ളി തരിക, അങ്ങനെ വന്ന ആളാണ്. പക്ഷേ തള്ളിത്തരലും ഞാൻ ഗിയറിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ വേഷം നന്നായി വന്നു. അതിനുദാഹരണമാണ് ഇന്നിവിടെ ദൈവത്തെ പോലെ ഇവിടെ നിൽക്കുന്ന എൻ്റെ സ്വന്തം മണി. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നുകൂടി മുഴുവനായിക്കോട്ടെ. അത് കഴിഞ്ഞ് അതിലൊരു സീൻ ഉണ്ടായിരുന്നുള്ളൂ, അക്ഷരം എന്നുള്ള സിനിമയിൽ ഒരു സീൻ ഉണ്ടായിരുന്നുള്ളൂ. ആ സീൻ എന്തായാലും സിനിമയിൽ വരുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ചാലക്കുടിക്കാരനായ മണിയെ ഞാൻ അതിൽ അഭിനയിപ്പിച്ചത്. കാരണം എന്ന് വെച്ചാൽ ചാലക്കുടിക്കാരനാണ് ഞാനും. സിനിമ ഇറങ്ങിയിട്ട് അവസാനം എഡിറ്റിങ്ങിൽ അത് കളഞ്ഞു പോയാൽ എനിക്കറിയില്ലല്ലോ, മണിയെ എനിക്കറിയില്ല, ചിലപ്പോൾ വന്ന് ചീത്തയൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അത് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ചേട്ടൻ പറഞ്ഞത് ഉണ്ടാവില്ല, അവസാനം സിനിമയിൽ തിയേറ്ററിൽ വരുമ്പോൾ ഉണ്ടാവില്ല, നമ്മൾ ഉണ്ടാവും. സുരേഷ് ഗോപിയുള്ളൊരു വളരെ പ്രാധാന്യമുള്ളൊരു സീക്വൻസാണ്. അങ്ങനെ ഒറ്റ സീനിൽ അത് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷക്കാരെ വളയുന്നൊരു സീക്വൻസും കൂടി ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്ത് മണി പോവുകയും ചെയ്തു. സല്ലാപം എന്നുള്ള സിനിമയിൽ വരുന്നതിന് മുമ്പ് സമുദായം എന്നുള്ള സംവിധായകൻ അമ്പിളി ചെയ്ത സമുദായം എന്നുള്ള സിനിമയിൽ വളരെ നല്ലൊരു വേഷം മണി ചെയ്യുകയുണ്ടായി. അതിലേറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഈ യൂണിറ്റിലും അമ്പിളി സാറിൻ്റെ മോള് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും അമ്പിളി എന്ന് പറയുന്ന സംവിധായകൻ്റെ കൈകളിലൂടെ എൻ്റെ കയ്യിലേക്ക് വീണ് കിട്ടിയ മുത്താണ് കലാപം മണി. മണി എന്ന നടൻ ആ സല്ലാപം എന്നുള്ള സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതോടുകൂടി പിന്നെ മണി മലയാള സിനിമയുടെ ഭാഗമായി. അതുപോലെ തന്നെ ഒരുപാട് പ്രതിഭയുള്ള, ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് അഭിനയിക്കാൻ അവസരം ചോദിച്ചു വരുന്ന ആൾക്കാരോടൊക്കെ പറയാറുള്ള സാധനം എന്ന് വെച്ചാൽ നിരീക്ഷണ പാഠം, ഒബ്സർവേഷൻ എന്ന് പറയുന്നൊരു സാധനം. നമ്മുടെ സഹജീവികളെ, മനുഷ്യന്മാരെ മാത്രമല്ല എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടാണ് ഒരു നടൻ അതിൻ്റെ കറ തീർത്ത് വരുന്നത്. അതിൽ മണി ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പലപ്പോഴും എന്താണ്, ഞാൻ ഏത് സിനിമയാണെന്ന് ഏത് നടനെന്ന് പറയുന്നില്ല, എൻ്റെ ഒരു സിനിമയിൽ അതിൽ മണി അഭിനയിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കുടിച്ച് വരുന്നൊരു സീക്വൻസാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം
നടന്നു വരുന്നത് നന്നായിരുന്നു. പക്ഷേ എനിക്ക് അത് ഞാൻ ക്യാമറമാനോട് പറഞ്ഞത് ഇത് മണി ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ പറയുകയും ചെയ്യാൻ. കാരണം വെച്ചാൽ മണിയുടെ അടുത്ത് 1000 കള്ളുകൂടിയന്മാരെ കാണിക്കാൻ പറഞ്ഞാൽ മണിക്ക് 1000 തരത്തിൽ ഈ കള്ളുകൂടിയന്മാരെ കാണിക്കാൻ പറ്റും. അതാണ് ഒരു നടൻ്റെ നിരീക്ഷണ പാഠം എന്ന് ഞാൻ പറയുന്നത്. ഉദ്യാന ബാലകൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതൊന്നും നടക്കൂല. അപ്പോൾ അത് അങ്ങനെ അത് പോട്ടെ. അപ്പം അത് മണിയെ ഞാൻ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന അങ്ങനെ ഒരു സ്ഥാനത്താണ്. അതേപോലെ ഞാനിവിടെ മണിയുടെ ഒരു പ്രോഗ്രാം ഇവിടെ എന്താണ് നമ്മുടെ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ, അവിടെ ടൗൺ ഹാൾ പണിയാൻ ഗ്രൗണ്ടിൽ നടന്ന സമയത്ത് അവിടെ ദിലീപ് വന്നിരുന്നു. ദിലീപ് അന്ന് മായാമോഹിനി എന്നുള്ള സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഷേവ് ചെയ്ത് നഖമൊക്കെ വളർത്തി പുരിയൊക്കെ പ്ലക്ക് ചെയ്തിട്ട് സുന്ദരിയായിട്ട് വന്നത്. പക്ഷേ മണി വിളിച്ചുകൊണ്ട് മാത്രമാണ് ദിലീപ് പുറത്ത് അങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കുന്നത്. അന്ന് ഞാനുണ്ടായിരുന്നു. എന്നെ സ്റ്റേജിലേക്ക് മണി വിളിച്ചു. ഞാൻ മണിയെയും ദിലീപിനെയും കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ 2 കലാകാരന്മാരാണിത്, അതിനൊരു കോട്ടം തട്ടിയിട്ടില്ല എപ്പോഴും. പിന്നെ മലയാള സിനിമയുടെ ഭാഗ്യതാരമായ മഞ്ജു വാര്യർ. എനിക്കെൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യത്തെ സിനിമയിൽ ഇതുപോലെ 3 പ്രതിഭകളെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് പരിചയപ്പെടുത്താൻ സാധിച്ചതിന് അതിയായ സന്തോഷമുണ്ട്. കലവും മണിക്കും നിങ്ങളെ പ്രേക്ഷകർക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മളൊക്കെ എത്രയോ എന്താ പറയുക, പാട്ട് പാടുന്ന ആൾക്കാരാണ്, കൈയും കാലുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും ചില വ്യക്തികൾ നമ്മളെക്കാൾ ചിലപ്പോൾ ഒരുപക്ഷെ സംസാരിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരായിരിക്കാം. പക്ഷെ അവർ ചെയ്യുന്ന പെർഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അന്തം വിട്ടുപോകും. അതുകൊണ്ട് എൻ്റെ ഒരു സ്വന്തം അനുജനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാൻ പേര് പറയില്ല, ഓടിവാ. അരെ പേര് പറയ്. നിന്റെ പേര് പറയ്. ആന്റണി. ആന്റണി. എത്രല്ല പഠിക്കണേ? എനിക്ക് എത്രല്ല പഠിക്കണേ? എനിക്ക് അഞ്ചിലായി. അഞ്ചിലായി. ഓക്കെ. എന്തായാലും ഇദ്ദേഹം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ കുറെ സിനിമാ നടന്മാരെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ അങ്ങനെ വെറുതെ ഒന്നും അങ്ങനെ തള്ളിക്കളയണ്ട. ഏറ്റവും ആദ്യം ആരും എടുക്കാൻ പോണേ? സുരേഷ് ഗോപി. പപ്പൂളെ മോണ സോമന്റെ പായൊരു കാക്കടി വാതില ആട്ടോ. പപ്പൂളെ കാക്കടി വാതിലുള്ളൂ മോണ സോമന്റെ അച്ഛമ്മ ഓക്കോ. അടുത്ത ആരാണ്? മോഹൻലാൽ. ആ, ചാർജപ്പായി, ഉത്സാഹം കൂടി. അടുത്ത ആള് ലാലട്ടൻ. എന്റെ പസ്കല അതീപനസ ചട്ടസില പോ കോപ്പുടി അപ്പം ചട്ട നാട്ടില് മങ്കി ശ്രീ കെട്ടിയ പണിക്കായ ഉണ്ട് വളരെ ഉണ്ട് ശേഖര പോ ഈ പോള ചവിട്ടിനെ പാല കഥ മങ്കി ശ്രീ കെട്ടിയ. ഓക്കെ ആന്റണി കലക്കി. ഇനി പോരട്ടെ. ആരെ? മമ്മൂട്ടി. ചണ്ടു നൂന്ന് കൊപ്പല ചണ്ടല്ല ചണ്ടു ചണ്ടല്ല. ഓക്കെ ചണ്ടല്ല. ഓക്കെ. പിന്നെ മണിന്റെ ചട്ടം മണിച്ചെണ്ടയോ? ആ, സൂപ്പർ സൂപ്പർ. ആന്റണി കലക്കിട്ടോ. ആന്റണി ഇനിയുണ്ടോ? ആ കൊഞ്ചം കൊച്ചിനിപ്പ ഓക്കെ. ആന്റണിക്ക് നല്ല കൈയടി. ആന്റണി സ്റ്റാറായി.
തകർത്ത് കളഞ്ഞു അതന്നെ, ആന്റണി. പ്രൗഡ് ആയിട്ടുള്ള ഒരാളാണ് ആന്റണി. ആരും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്തൊരു സൂപ്പർ സ്പിരിറ്റ് കേട്ടോ. നമ്മൾ എല്ലാ സ്ഥലത്തും പോയി ഭക്ഷണം കഴിക്കാറുണ്ട് ഇല്ലേ? എവിടെയൊക്കെ പോയി കഴിക്കും? വീട്ടിൽ നിന്ന് കഴിക്കും, ഹോട്ടലിൽ നിന്ന് കഴിക്കും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോവാണ്. നമ്മുടെ ഈ മണിമേളം എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരിതാണ്. പക്ഷെ ഒരിക്കലും സ്ത്രീകളെ അവിടെ കയറ്റി കൊണ്ടുപോകാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ശബരിമല. ശബരിമല. ഒരു തമാശ എന്തായാലും പറഞ്ഞു ദൈവേ. ശബരിമലയിൽ പോകാൻ പറ്റും, ഒരു കാലഘട്ടം കഴിയുമ്പോൾ പോകാൻ പറ്റും. പക്ഷെ ഇപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത് ചാലക്കുടിയിലെ കലാഭവൻ മണിയുടെ കള്ളുഷാപ്പോ. സ്ത്രീകളെ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ കള്ളുഷാപ്പിലേക്ക് പോവാം. അവിടെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ. അയ്യോ, അപ്പോൾ കള്ളുഷാപ്പിനെ കുറിച്ചൊരു പാട്ട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പാടണം. കുടിച്ചു കഴിഞ്ഞിട്ട് പാടാന്നോ? ആയിക്കോട്ടെ, എന്നാൽ കുടിക്കാൻ തയ്യാറായിട്ട് വന്ന് നോക്കുള്ളൂ. പക്ഷേ നമ്മൾക്ക് അവരോട് കാര്യം പറയേണ്ട കാര്യമുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, കുടിക്കാൻ പാടില്ല. വരൂ സുഖോ, ഒരു ഷാപ്പിൽ കിടന്ന് ഉറങ്ങരുത്. എന്നാ പിന്നെ നിന്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങാൻ മോനേട്ടൻ പിന്നെ ഒന്നല്ല വയ്യട എന്നാലും ഓരോന്ന് വെച്ച് അടിച്ചു പോകും. ഈ വയ്യാത്ത മോനായിട്ട് എന്തിനാ പിന്നെയും വന്ന് ഇങ്ങനെ അടിക്കണ കള്ള്? അത് നിനക്ക് അറിയാൻ പാടില്ലായിട്ടാ. ഈ വറുത്ത പത്തിയോട്ട് പട്ടിക്കിട്ട് പറഞ്ഞാൽ പട്ടി പോവോ? പട്ടി പിന്നെയും മിണ്ടുമുണ്ടാന്ന് പറഞ്ഞത് പട്ടിയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പട്ടിയുടെ കാര്യം പട്ടിയൊക്കെയല്ലേ അറിയൂ. ചേട്ടോ, എന്നാലും ചേട്ടൻ കൊള്ളാം. ചേട്ടനും ചേട്ടൻ്റെ അളിയനും കൊള്ളാം. രണ്ടുപേരും അളിയൻ കുടി നിർത്താനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്തായി? ഒന്നും പറയണ്ട. കുടിയുടെ കാര്യത്തിൽ കരുനാഗപ്പള്ളി 1ാം സ്ഥാനത്ത് നിന്ന സമയത്താണ് അതിനെ ചാലക്കുടിക്ക് ഡിവൈനിലേക്ക് കുടി നിർത്താൻ കിട്ടും. എന്നിട്ട് എന്തായി? ചാലക്കുടി ഇപ്പോൾ 1ാം സ്ഥാനത്തായി. ക്ലാസ്സില്ലേ എന്തൊരു വെള്ളം ആ കലാമണിയും കുറെ പെണ്ണുങ്ങളും കൊണ്ട് വരുന്നുണ്ട്. ഷാപ്പ് നിർത്തിക്കാനാണ് ഇവിടെ വിഷയം ഉണ്ടാക്കണം. നമുക്ക് കലിപ്പിക്കാൻ നീ ആളെ കൂട്ടി അല്ല പിന്നെ കാര്യം ഞാനിത് നമുക്ക് എതിർക്കണമെന്ന് പറഞ്ഞെങ്കിലും എതിർക്കണമെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും ഈ കലാപമണി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയി ഇടി ഉണ്ടാക്കുന്ന ആളാ. ഇനി കേരളത്തിൽ ഷാപ്പുകാരൻ മാത്രമേ അല്ലാതുള്ളൂ. അതുകൊണ്ട് വിട്ടേ പോ കൂട്ടായി. മക്കൾ വന്നു, ചേട്ടന് തന്നു, ഇനി ഞാൻ പോയി. ഓക്കെ. ആ പാലക്കാട്ടുകാരിയേ ഇരുന്നോളൂ. എടാ ഉണ്ണീഷ്ണ, അതൊക്കെ വൃത്തിയാക്കടാ. കുറച്ചേ കിട്ടിയുള്ളൂ. എന്താണെന്നറിയോ, പാലക്കാട്ടുകാരിക്കാണ് ആദ്യം പറ്റായതേ. അവിടെ നല്ല പനങ്ങൾ കിട്ടും. പനങ്ങൾ കിട്ടില്ലേ? പക്ഷേ ഒരു കാര്യം പറയാണ്ടേ, പാലക്കാട്ടുകാരി പറ്റായി, അവിടെ നമ്മുടെ തമാശക്കാരി പറ്റായി, അതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ സ്വന്തം സഹോദരിയും പറ്റായി. പക്ഷേ കള്ള് ഷാപ്പിനെ കുറിച്ച് ഒരു പാട്ട് പാടാൻ പറ്റുമോ? നിങ്ങൾ അവിടെ നിന്നോടാ, ഇവര് പാടും, കേട്ടു നോക്ക്. റെഡി? ഞാൻ താളം പിടിച്ചുതരാം. റെഡി, സ്റ്റാർട്ട്. അമ്പലക്കര തേച്ചി കവിൽ പൂരം അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. അമ്പലക്കര തേച്ചി കവിൽ പൂരം അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. പാണ്ടിനയന് മേളം പടയിളക്കത്തിനോളം
അമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ പൂരം. കേട്ടോ ഇവര് പാടി പാട്ട് കേട്ടറാ നാണക്കേടാവില്ലടാ നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഇതേമാതിരി കള്ള് ഷാപ്പിലൊരു പാട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റുമോ? ഒന്നല്ല 10 പാടും. അവൻ 10 ബെഗടിക്കും. താളം വേണം, അടിച്ചോളൂ. പാടറാ. ആര് പാടും? ഇത് ഈ പാമ്പോ ഉള്ള കള്ളു മുഴുവൻ എടുത്ത് കഴിച്ചിട്ട് നീയാ പാടാൻ പോണേ? ഇത് പാമ്പാണോ? തീർച്ചയായിട്ടും പെരുമ്പാമ്പ്, പെരുമ്പാമ്പ്. പാമ്പാണ് പാമ്പ്. എന്നാ പാടറ പാമ്പ്. ഞാനും താളം പിടിക്കാടാ. റെഡി? അന്തിക്കടപ്പുറത്ത് അങ്ങേ കടലിൽ പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണ്. കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? അവര് മുഴുവൻ പാടിയിട്ടേ കാര്യമുള്ളൂ. ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തല്ലോ. സപ്പോർട്ടോ? അന്തിക്കടപ്പുറത്തൊരോല കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? അങ്ങേ കടലിൽ പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണ്. അന്തിക്കടപ്പുറത്തൊരോല കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? എന്റെ കൈ പോയില്ലോടാ. അയ്യോ എന്റെ പൊന്നു മക്കളെ. അപ്പൊ എന്തായാലും അവര് തകർത്തു കേട്ടോ. പക്ഷെ ഒരു പാട്ട് ഇതേപോലെ തന്നെ കള്ള് ഷാപ്പിനെ കുറിച്ച് ഒരു പാട്ട് പാടണം. നമ്മുടെ രാധ ഒരു പാട്ട് പാടാൻ പോവാ. ഇത് എന്തിന്റെ രാധയാ? കണ്ണന്റെ രാധ. നീ കുടിച്ചെണ്ണ വയറ്റി കിടക്കട്ടെ. കുടിച്ചു കഴിഞ്ഞാൽ കിടക്കാനുള്ള സ്ഥലമാണോ വയറ്? ആണോ? മനുഷ്യട്ടും പറ. എന്താ പറയണ്ടേ രാധ? ഒരു മലച്ചെരുവിലെ പടിപ്പുര വീട്ടിൽ 18 പട്ടത്തേങ്ങു വെച്ചു. ഒരു മലച്ചെരുവിലെ പടിപ്പുര വീട്ടിൽ 18 പട്ടത്തേങ്ങു വെച്ചു. ഓക്കെ. നീ അറിഞ്ഞാ ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. കണ്ണി തേക്കരുത്, കണ്ണി തേക്കരുത്, കണ്ണി തേക്കരുത്, പേരില് കടിക്കരുത്. നീ അറിഞ്ഞോ മേലമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്.
അത് ശരി. അപ്പൊ ഇവിടെ വന്നിരിക്കുമല്ലേ? എന്താ ഇവിടെ? എന്താ ചുമ്മാ ഷാപ്പിലാണോ വെറുതെ വന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനൊന്ന് കറങ്ങിട്ട് വരുമ്പോ ഏരിയ കണ്ടുപോരുത്. എന്ത് മനസ്സിലായി? കണ്ടുപോരെന്ന് കേട്ടില്ല? ആഹാ അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ആരിത്? മനസ്സിലായില്ലേ? എന്റെ മോനെ പണ്ട് ഞാൻ ഒക്കത്തിരുത്ത് വളർത്തിയതാണ്. ഇപ്പൊ ചെറുക്കൻ എന്നെ ഒക്കുന്നിടത്തൊക്കെ ഇരുത്താൻ നോക്കും. ഒരു 4 മണിക്കൂർ അടി അടിച്ചോണ്ടില്ലാണ്. അപ്പൊ നേരത്തെ അടിക്കായിരുന്നില്ലേ? സംഭവിച്ചോ ഇന്ന്? ഞാനൊരു ചെറുതടിച്ചിട്ട് പോയിക്കോട്ടെ. എന്തോ? ഞാനൊരു ചെറുതടിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിന് ഉദാഹരണം പറയുന്നത് നമ്മുടെ സ്വന്തം കുടുംബത്തെ കാക്കുന്നത് നമ്മുടെ കുടുംബിനികളാണ്. ഇരിക്കുന്ന കൊച്ചു മക്കളാണ്, നാളെ കല്യാണം കഴിച്ച് വരുന്ന മക്കളാണ്. അവര് പറയും അഭിപ്രായം. ആയിക്കോട്ടെ. കള്ളു കുടിച്ചാൽ എന്താവും? ഒരിക്കലും നമ്മളിന്ന് കള്ള് ഷാപ്പ് സെറ്റിട്ട് നമ്മൾ ഈ പ്രോഗ്രാം നടത്തി. ഒരിക്കലും ഇതൊരു പ്രചോദനമായിട്ടല്ല നമ്മൾ നൽകുന്നത്. തീർച്ചയായിട്ടും മദ്യപാനം ആരോഗ്യത്തിന് ഒരിക്കലും മദ്യപാനം പാടില്ല, കഴിക്കാനേ പാടില്ല. അതെ, ഞാനും അത്ര നല്ല പുള്ളിയല്ല, അതുകൂടി നമ്മൾ തുറന്നു പറയണം. പക്ഷെ എന്നാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഒരു നമ്മുടെ കൊച്ചുമക്കളെ കള്ള് ഷാപ്പിൽ കൊണ്ടിരുത്തിയിട്ട് കാണിച്ചത് ഒരിക്കലും നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. അത് അവരെ കൊണ്ട് അഭിനയിപ്പിച്ചു. അവർ നല്ല നടന്മാരായിട്ടാണ് എല്ലാവരും അഭിനയിച്ചത്. നല്ലൊരു കയ്യടി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കൊടുത്തു. വളരെ സന്തോഷമായി. എന്തായാലും ഇന്നത്തെ എപ്പിസോഡോടെ സമാപിക്കുന്നു. അടിപൊളി. എല്ലാവർക്കും എന്റെ കയ്യിൽ കൊടുത്തോ. അപ്പൊ എല്ലാരും കൂടെ ഒന്ന് കൈയടിച്ചേ.